ഞാൻ ഇന്നൊരു ഫ്ലവർ ചേർത്തുള്ളൊരു മിക്സഡ് സബ്ജിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് ഫ്ലവറിനെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. ചെറുതായിട്ട് വേവിച്ചു ഇച്ചിരി അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് അത് കോരി മാറ്റണം. അധികം വെന്ത് പോകണ്ട, നമുക്കത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇത് കോരി മാറ്റിയിട്ട് പാൻ വെച്ച് എണ്ണയൊഴിച്ച് ഈ ഫ്ലവറിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 80% വേവത്തക്കോണം അതിനൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ബാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന പൊട്ടറ്റോയും ബ്രിഞ്ചാളും അങ്ങനെ സബ്ജികളെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റി, ബീൻസും എല്ലാം ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ കോളിഫ്ലവർ വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഒരുമാതിരി മൂത്ത് കഴിയുമ്പം, വെന്ത് കഴിയുമ്പോൾ 90% മൂത്തതിന് ശേഷം അതിനെ കോരി മാറ്റണം. ഇനി നമുക്ക് അടുത്ത സബ്ജികൾ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ അതിനകത്ത് കുറച്ചുണ്ട്, അതിനകത്ത് ബാക്കിയുള്ള സബ്ജികളും കൂടെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും മസാലകളും ടൊമാറ്റോയും ഉരിയും ഒക്കെ ചേർത്ത് ഒരു മസാല ഉണ്ടാക്കിയിട്ട് പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന വഴറ്റി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സബ്ജികളൊക്കെ ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് കോരി മാറ്റിയിട്ട് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിന് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഉള്ളിയിട്ട് വഴറ്റുക. ഉള്ളിയുടെ കൂടെ തന്നെ ഉപ്പും മഞ്ഞളും വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് വഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. അതിന് ശേഷം ബാക്കി മസാലകൾ ഒന്ന് ഉള്ളി ചോയ് വഴന്നതിന് ശേഷം ബാക്കി മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടി സ്വല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, സ്വല്പം ജീരകപ്പൊടി, ഇതെല്ലാം ചേർത്ത് വൃത്തിയായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലതായിട്ട് പച്ചമണം മാറുന്നവരെ ഉള്ളിയുടെ കൂടെ അതിനെ ഒന്ന് വഴറ്റണം. നല്ലതായിട്ട് ഇളക്കി അതിനെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു 2-3 തക്കാളിക്കയുടെ പ്യൂരി തക്കാളിക്ക അരച്ചത് ചേർത്ത് ഇതിനോട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോയുടെ പ്യൂരി ചേർത്ത് നല്ലതായിട്ട് ഒന്ന് വഴറ്റാം. നല്ലതായിട്ട് വഴന്നതിന് ശേഷം 2-3 മിനിറ്റ് ഇളക്കുമ്പോൾ മസാലയും തക്കാളിക്കും എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം, നമ്മൾ ടൊമാറ്റോ അരച്ച പാത്രം മിക്സിക്കകത്ത് കൊടുക്കുമ്പോൾ കുറച്ച് തിളപ്പിച്ച വെള്ളം തണുപ്പിച്ചതൊഴിച്ച് ഇതിനകത്ത് ചേർത്ത് തിളയ്ക്കുമ്പം നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന സബ്ജികൾ, പച്ചക്കറികളെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കുറച്ച് നേരം അതിനെ വേകാനായിട്ട് അടച്ചു വയ്ക്കാം. അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 2-3 മിനിറ്റ് വെന്തതിന് ശേഷം തുറന്ന് നോക്കി നമുക്ക് എല്ലാ പൊട്ടറ്റോയൊക്കെ വെന്തോന്ന് നോക്കണം. അതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം കൂടെ, തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി അടച്ചു വെച്ച് കുറച്ച് നേരം നമുക്ക് 2-3 മിനിറ്റ് തിളയ്ക്കണം. അതിന് ശേഷം
വെന്തതിന് ശേഷം പിന്നെ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ഒരുമാതിരി പാകമായിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില വിതറി നമുക്ക് തീ അണച്ച് വെക്കാവുന്നതാണ്. കുറച്ച് നേരം തീ അണച്ച് അടപ്പ് അടച്ച് വയ്ക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എല്ലാവരും ഫ്ലവർ കിട്ടുമ്പോൾ ഇതുണ്ടാക്കി നോക്കൂ.